നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് രണ്ടും ഒന്ന് ചെയ്യണേ. അപ്പോൾ അതിക്കൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. സ്കൂളൊക്കെ തുറന്നത് കൊണ്ട് എല്ലാവരും തിരക്കായിരിക്കും അല്ലേ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് 24 വയസ്സുണ്ട്. നിങ്ങളെ വയസ്സൊരിക്കൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. നമുക്കറിയാലോ എത്ര സെയിം ഏജിലുള്ള ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചെക്കനെ ശപിച്ചോട് മേലോട്ടേക്ക് കയറി വരുന്ന നമ്മളെ പെണ്ണിനായിരിക്കെ അകത്ത് വന്ന് നോക്കുന്നത് നമ്മളെ കണ്ണടിയും ഷെന്നും ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഷെന്നിനാണെങ്കിൽ നെറ്റിക്കൊക്കെ ഒരുപാട് മുറിവലുണ്ടായിരിക്കെ എന്നാ സംഭവം നമുക്കറിയാലോ. ഇവരെ രണ്ടാളും അവസ്ഥ ഇതാണെങ്കിൽ സോങ്ങിന്റെ അവസ്ഥയും ഇതിനെയും കാട്ടി കഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഇവരെ മൈൻഡ് ആക്കാണ്ട് ഇവരെ രണ്ടാളും നടുക്കിയിരിക്കുന്നുണ്ടാവും. നോക്കുമ്പോഴായിരിക്കും അവക്കൊരു മെസ്സേജ് വരുന്നുണ്ടാവുക. അവക്ക് ആരാണെന്ന് മനസ്സിലായി. ആരാ നമ്മളെ ഷെങ്ങില്ലേ അവനായിരിക്കെ എങ്ങനെയാമോ ഇവളെ നമ്പർ കിട്ടിയത് എന്നിട്ടാണെങ്കിൽ തുര മെസ്സേജ് അയക്കുന്നുണ്ടാവും. 99+ മെസ്സേജ് ഉണ്ടാവും. നിങ്ങൾ ഊഹിച്ചത്ര മെസ്സേജ് അയച്ചിരുന്ന് ഇവളാണെങ്കിൽ ആ ഒരു മെസ്സേജ് കണ്ടപാട് ഡിലീറ്റ് ആക്കും. അതിൻ്റെ ഇടയ്ക്ക് ഷെങ്ങാണെങ്കിൽ ഒരു ഫോട്ടോയിൽ എടുത്തിട്ട് ഇവക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും അവൾ ഇവനെ ബ്ലോക്ക് ആക്കി എന്നുള്ള കാര്യം അവൻ അറിയുന്നുണ്ടാവുക. അവൻ്റെ ഹൃദയം പൊട്ടുന്നുണ്ടാവും. എന്നാലും അവൻ്റെ അടുത്ത് വേറെന്തോ ഒരു പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ട്. ടൈം സോങ്ങിനെ നോക്കുന്നതാണെങ്കിൽ അവളെ പിള്ളേർ രണ്ടാളും സങ്കടപ്പെട്ടിരിക്കുന്ന കാണുന്നേരം അവളാണെങ്കിൽ പിള്ളേരോട് പറയും, എടാ നിങ്ങൾക്കൊരു കാര്യം അറിയാം, അവൻ്റെ മുന്നിൽ നമ്മളിപ്പോൾ തോറ്റ്, അത് കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഇന്ന് അവൻ്റെ കണ്ണിൽ നോക്കിയാൽ അവൻ എന്നിൽ അട്രാക്റ്റ് ആയി. അതിൻ്റെ അർത്ഥം എന്നാ എൻ്റെ കണ്ണിന് അവനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ പിന്നെയും തിരിച്ചു കിട്ടി. അതുകൊണ്ട് പേടിക്കേ വേണ്ട, ആ ഒരു പവർ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അവനെ വീഴ്ത്തു എന്ന് പറയേ. ഇത് കേൾക്കുന്നേരം പിള്ളേർക്ക് രണ്ടാക്കും കുറച്ച് സന്തോഷമാക്കും. അതേ ടൈം ഈ സെയിം കാര്യം നമ്മളെ ക്യുന്നിനും അറിയാലോ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇന്റർനെറ്റിൽ എങ്ങനെയാ പെണ്ണിനോട് അട്രാക്റ്റ് ആവാണ്ട് നിൽക്കുമെന്നൊക്കെ നോക്കുന്നുണ്ടാവും. അതിലെന്തല്ലോ കമന്റ്സ് വരുന്നുണ്ടാവും. ഒന്നും ഇവന് പറ്റിയതല്ലാത്തത് കൊണ്ട് അവനിങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നതായിരിക്കും. പുറത്തുനിന്ന് ഒച്ചപ്പാട് നോക്കുമ്പോൾ ആരാ നമ്മളെ സോങ് ആയിരിക്കും. അവക്കറിയേ ഇനി ഇവൻ എന്തായാലും ഇവളടുത്തേക്ക് വരൂല, ഇവൾ ഇങ്ങോട്ടേക്ക് വന്നാലേ ഇവനെ വളക്കാൻ പറ്റും എന്നുള്ള കാര്യം. അതുകൊണ്ടായിരിക്കും മൂപ്പർ വന്നിട്ടുണ്ടാവുക. ഇവളെ കണ്ടപാട് നമ്മളെ ക്യുന്നാണെങ്കിൽ പേടിക്കുന്നുണ്ട്. കാരണം കണ്ണിൽ നോക്കിയാൽ പോയല്ലോ. പക്ഷേ ഇവളാണെങ്കിൽ പിടിച്ചു വെച്ചിട്ട് ഇവന്റെ കണ്ണിൽ തന്നെ നോക്കുന്നുണ്ടാവുമായിരിക്കും. മാക്സിമം അവനാണെങ്കിൽ അട്രാക്റ്റ് ആകാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. അവള് സ്വീറ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവൻ നൈസായിട്ട് അതിൽ വീഴുന്നുണ്ടാവും. അവസാനം പിടി വിട്ടിട്ട് അവളെ കൈയും തട്ടി തെറിപ്പിച്ചിട്ട് നേരെ അകത്തോട്ടേക്ക് പോകുക. പക്ഷേ നമ്മളെ പെണ്ണ് വിടൂല, അവളും പിന്നാലെ തന്നെ പോകും. പറഞ്ഞിട്ടില്ലേ, ഇവളാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പോയിട്ടാണെങ്കിൽ നമ്മളെ ചെക്കനെ മാക്സിമം സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ അവന്റെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് പറയും, നീ ആ ഒരു കോൺട്രാക്ട് എടുത്തിട്ട് എനിക്ക് ആ ഒരു കോൺട്രാക്ട് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ ഉറങ്ങാണ്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നിനക്ക് സങ്കടമാവുന്നില്ല എന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, ശരിക്കോ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ ഞാൻ കോൺട്രാക്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ എടുക്കാൻ നോക്കിയാൽ പെട്ടെന്നായിരിക്കും അവന് ബോധം വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവൻ്റെ മറ്റേ കൈയിനെ കൊണ്ട് അവൻ്റെ കൈ പിടിച്ചു വെച്ചിട്ട് കൊടുക്കാണ്ട് നിൽക്കുന്നുണ്ടാവും. സംഭവം ഇവന് പകുതി ബോധം ഉണ്ടാവും. പക്ഷേ ഇവള് കണ്ണിലേക്ക് നോക്കുന്ന ടൈം ഇവന്റെ ബോധം കുറച്ചായിട്ട് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അവളാണെങ്കിൽ അവിടുന്ന് ഒന്നും വിടുന്നുണ്ടാവില്ലേ. പിന്നെയും പിന്നാലെ തന്നെ പോയിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടാവും. ഒരു മനുഷ്യനെ എങ്ങനെയല്ല ശല്യപ്പെടുത്തുക ആ ഒരു രീതിയിൽ മൊത്തം അവൾ ശല്യപ്പെടുത്തുന്നുണ്ടാവും. അവസാനം അവനെ സഹി കെട്ടിട്ട് അവനാണെങ്കിൽ അവളെ ഇതുപോലെ പിടിച്ചു വെച്ചിട്ട് അവനാണെങ്കിൽ പറയും, നീ എന്താ പറഞ്ഞത്, നീ എൻ്റെ ഭാര്യയാണെന്നല്ലേ, നീ എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ റൂമിലേക്ക് വാ, നമുക്ക് രണ്ടൊക്കെ ഒപ്പര ഇൻറ്റിമേറ്റ് ആവാമെന്ന് പറയൂ. ഈ ഒരു കാര്യം അവൻ പറയുമെന്ന് അവൾ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കാണുന്നത് സങ്കടപ്പെട്ടിട്ട് പിള്ളേരെ കൂടെ ഇരിക്കുന്ന നമ്മളെ പെണ്ണിനെയായിരിക്കും. പിള്ളേരാണെങ്കിൽ സംഭവം എങ്ങനെയായി, ഓക്കെ ആയോ, അങ്ങനെ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ടാവും. ഇവക്കാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ മുഖം കാണുന്ന ടൈം പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കാര്യം ഫെയിൽ ആയി എന്നുള്ളൊരു കാര്യം. നമ്മൾ കാണുന്നത് അച്ഛൻ്റെ അടുത്തേക്ക് പതുങ്ങി പോകുന്ന അമ്മേനെയായിരിക്കും. എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ ഒരു പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അമ്മയാണെങ്കിൽ പറയും, നിങ്ങളും ലിയാങ്ങും തമ്മിൽ ഇപ്പം വലിയ ബന്ധമില്ല. അതായത് നമ്മളെ ജിഗിയുടെ അച്ഛൻ ആ ഒരു പ്രശ്നത്തിന് ശേഷം ലിയാങ് ആണെങ്കിൽ നമ്മളെ ഈ ഒരു അച്ഛനോട് വലിങ്ങനെ മിണ്ടിയിട്ടുണ്ടാവില്ലേ, ആ ഒരു കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. എന്നിട്ട് അമ്മയാണെങ്കിൽ പറയും, ആ ഒരു ജി ആണെങ്കിൽ അതായത് നമ്മളെ ക്യുന്നാണെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ, നമുക്ക് അവനെയും ലിയാഗിനെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ചൂടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവർക്ക് അച്ഛനും ലിയാങ്ങുമായിട്ട് ഒന്നും കൂടി ചേരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അച്ഛൻ പറയും, ആ ഒരു കാര്യം ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. കുരുട്ടാണെങ്കിൽ പറയും, അമ്മ എന്നീ പറയുന്നത്, എന്തിനാ കള്ളന്മാരെ വീട്ടിലേക്ക് വിളിക്കുന്നതെന്ന് ചോദിക്കും. അതേ ടൈം അമ്മയാണെങ്കിൽ പറയും, നിനക്ക് ഇപ്പൊ ആ ഒരു ജിങ്കിനെ ഇഷ്ടമല്ലേ, ആ ഒരു ജി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ്റെ കൂടെ സോങ്ങും വരും. ആ ഒരു കപ്പിളിനെ കാണുന്ന ടൈം ജിങ്കിക്കാണെങ്കിൽ ഒട്ടും പിടിക്കൂല. അവർ തമ്മിൽ ഒരടി ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് അവക്കൊരു
ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലോ വേഗം തന്നെ മാരേജ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ നിന്നെ ഒരു ചാൻസ് ആയിട്ട് അതിലിട്ടിട്ട് നിങ്ങൾ രണ്ടാളെ കല്യാണം കഴിപ്പിക്കാന്നുള്ള രീതിയിൽ ഇവനോട് പറയുമ്പോൾ ഇവനൊരു സന്തോഷം വരും. അമ്മ കുരുട്ടമ്മയാന്നുള്ള കാര്യം നമുക്ക് നല്ലോണം അറിയാലോ. അമ്മേന്റെ ബുദ്ധി പോയ പോക്ക് നോക്കിയ കാര്യം ആയത് പെണ്ണുങ്ങളെ നമ്മളെ ചെക്കനെ വിളിച്ച് പറയുകയും ചെയ്യും. ഇതേ ടൈം സോങ് ആണെങ്കിൽ ഇപ്പോൾ ടെൻഷനിൽ നിൽക്കുന്നതായിരിക്കും. അതേ ടൈം നമ്മളെ കണ്ണടി ആണെങ്കിൽ ഇതൊന്നും തിങ്ക് ആക്കാണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ പെണ്ണ് ടെൻഷൻ അടിച്ചിരിക്കുന്നേരം ഇവൻ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ സോങ്ങിന്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, അവള് ദേഷ്യം പിടിച്ചിട്ട് ഇവനുമായിട്ട് തച്ച് മരിക്കുന്നുണ്ട് അവർക്ക്. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ക്യുന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ കൈയും പിടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ടാവും. ആ കണ്ണടക്ക് വേണ്ടിയൊന്നും നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. മന്ദബുദ്ധി ആണെങ്കിൽ പോയിട്ട് നമ്മളെ പെണ്ണിനെ രക്ഷിക്കണ്ടേ, അതും അവൻ ചെയ്യുന്നുണ്ടാവില്ല. സോങ്ങിന്റെ അടുത്ത് നമ്മളെ ക്യുന്ന് വന്നിട്ടുണ്ടാവുക. ഇന്നായിരിക്കും ആ ഒരു ഡിന്നറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവക്ക് വേണ്ടി ഒരു ഡ്രസ്സ് കൊടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നീ വാ, എന്റെ ഫാമിലി ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയേ. അവളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, കാരണം ഇവക്കാണെങ്കിൽ ആ ഒരു ഫാമിലിയിലത്തെ ആരെയും അങ്ങനെ അധികമായിട്ട് അറിയില്ല. അപ്പൊ അവരെ മുന്നിൽ ഇവന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രാപ്പിലേക്കാണോ പോകുന്നത്, അങ്ങനത്തെ ഒരുപാട് തിങ്ക് ഇവളെ മൈൻഡിൽ വന്നിട്ട് ഇവളാണെങ്കിൽ പറ്റൂലെന്ന് പറയേ. അവനാണെങ്കിൽ പറയും നീ മര്യാദക്ക് എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒറ്റക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ട വരുമെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് ടെൻഷനായിട്ട് അവളാണെങ്കിൽ പറയും നീ പുറത്തേക്ക് പോയിക്കോ, ഞാൻ വന്നോളൂ എന്ന് പറയൂ. ഒക്കെ അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയാലോ. കാരണം അവളെ കണ്ണിനെ കൊണ്ട് ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് മൂപ്പറാണെങ്കിൽ സൺഗ്ലാസ് വെക്കാന്ന് വിചാരിക്കുക. രാത്രിയിൽ ഇവള് സൺഗ്ലാസ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവക്ക് വേറെ ഗ്ലാസ് വെക്കാന്ന് വിചാരിക്കുന്നതെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ലെൻസ് വെക്കാൻ പാടുപെടുന്നുണ്ടായിരിക്കും. അവനെ ശപിച്ചുകൊണ്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. എന്നിട്ട് പുറത്ത് അവള് വരുന്ന ടൈം അവനാണെങ്കിൽ ചോദിക്കും നീ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ അവന്റെ കണ്ണിൽ കുത്തിയിട്ടാണെങ്കിൽ പറയും നിന്റെ കണ്ണിൽ ഇങ്ങനെ കൈ പോകുന്ന ടൈം നിനക്ക് സങ്കടം വരുന്നില്ലേ, അതുപോലെയാണെന്ന് പറയേ. അവനാണെങ്കിൽ അധികം ഒന്നും പറയാണ്ട് അവളെയും കൂട്ടിയിട്ട് ഭയങ്കര കാമായിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇത്രക്കാര സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന ടൈം നമുക്കൊരു ഫ്രണ്ട് ഇല്ലേ, ആര്, നമ്മളെ കണ്ണട. അവനാണെങ്കിൽ ഇരുന്ന് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്യണോ. പിന്നെ നമ്മൾ കാണുന്നത് ഇവരെല്ലാരും കൂടിയിട്ട് ഡിന്നറിന് വന്നിട്ടുണ്ടാവുന്നതായിരിക്കും. നമ്മളെ ജിങ്കി ഉണ്ടാവുമായിരിക്കും, നമ്മളെ ചെക്കൻ ഉണ്ടാവുമായിരിക്കും, ക്യുന്നുണ്ടാവുമായിരിക്കും, സോങ് ഉണ്ടാവുമായിരിക്കും, അച്ഛൻ ഉണ്ടാവുമായിരിക്കും, അമ്മ ഉണ്ടാവുമായിരിക്കും. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന ടൈം ചെക്കനാണെങ്കിലും നമ്മൾ ജിങ്കിക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അവക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇതൊക്കെ കാണുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു ട്രിക്ക് എടുക്കും. അവളാണെങ്കിൽ നമ്മളെ ക്യുന്നിന് ഒരു മഷ്റൂം എടുത്ത് കൊടുക്കും. ക്യുന്നാണെങ്കിൽ, അതായത് ഇവളറിയുന്ന ജി ആണെങ്കിൽ ചെറുപ്പത്തിൽ മഷ്റൂം കഴിക്കലേ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവളാണെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ക്യുന്നാണെങ്കിൽ ഇവളെയും കാട്ടി വലിയ വിളവാണ്. കാരണം അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് അവനാണെങ്കിൽ പറയും നിനക്ക് അറിയില്ലേ ഞാൻ ഇങ്ങനെ മഷ്റൂം കഴിക്കൂലെന്ന്, നീ തന്നെ തിന്നോന്ന് പറഞ്ഞിട്ട് അവക്ക് കൊടുക്കേ. അവളും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും കുരിപ്പൊന്നും പെടുന്നുമില്ലല്ലോ എന്ന്. അങ്ങനെ രണ്ടാളും ഒന്നും രണ്ടും പറഞ്ഞിട്ട് കൈനെ കൊണ്ടൊക്കെ അടിയാവുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ മാമൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. മാമനാണല്ലോ ഇവനോട് ക്ലോസ് ആകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോങ്ങിന് ഈ ഒരു പണി കൊടുത്തിട്ടുണ്ടാവുക. അവനാണെങ്കിൽ എന്തോ ഒരു കാര്യം സംസാരിക്കാൻ നിൽക്കുന്ന ടൈം ആണെങ്കിൽ മാമനോട് പറയും എടാ നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ലേ, ഈ ഒരു ക്യുന്നാണെങ്കിൽ ഈ ഒരു സോങ്ങിനെ കല്യാണം കഴിച്ചതെന്ന് പറയേ. ഈ ഒരു കാര്യം മാമന് ഷോക്ക് ആയിരിക്കും. കാരണം മാമനെ നമ്മളെ സോങ്ങിന് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഇവരെ രണ്ടാളും കല്യാണം കഴിഞ്ഞ കാര്യം മാമന് അറിയില്ലായിരിക്കും. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആയിരിക്കും മാമന്റെ കാര്യത്തിൽ. മാമനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഷോക്കായിട്ട് മാമൻ പറയും ഓ നീ അടിപൊളിയാണല്ലോ, നീ ഇങ്ങനെ ഒരു ഭയങ്കര വെൽത്തും ഭയങ്കര റിച്ചും ആയിട്ടുള്ള ഒരാളെയാണല്ലോ കല്യാണം കഴിച്ചതെന്ന് പറയേ. ഒരു കുത്തി സംസാരിക്കുന്ന പോലെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ക്യുന്നിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. ക്യുന്നാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ, ആ ഒരു വ്യൂവിൽ നോക്കുന്നാണെങ്കിൽ നിങ്ങളെ പെങ്ങളായിരിക്കും അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയും. കാരണം ഇവന്റെ അച്ഛൻ എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്, ആ ഒരു അച്ഛനെ രണ്ടാമത് കഴിച്ചതാണല്ലോ ഈ മാമന്റെ പെങ്ങള്. അതുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അത് നല്ലോണം കുത്തിയിട്ടുണ്ടാവുമായിരിക്കും ഇവർക്ക്. കേൾക്കുന്നേരം അച്ഛനാണെങ്കിൽ നമ്മളെ ക്യുന്നിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അച്ഛനാണെങ്കിലും കുറേ ഫോട്ടോസ് ഇവന്റെ മുന്നിൽ നിരത്തുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും ഇവനും നമ്മളെ പെണ്ണും വെവ്വേറിട്ടില്ലേ താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഒരു വീട്ടിലാണല്ലോ താമസിക്കുന്നത്. ആ ഒരു കാര്യമായിരിക്കും അച്ഛൻ ചോദിക്കുന്നുണ്ടാവുക. അത് ചോദിച്ചപാട് അവനാണെങ്കിൽ പറയും ഞാനും അവളും ഇങ്ങനെ ചെറുപ്പകാലം തൊട്ടിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇപ്പാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലായിട്ടും ഒന്ന് പൊരുത്തപ്പെടാൻ നമുക്ക് കുറച്ച് ടൈം വേണം. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാളും വെവ്വേറായിട്ട് താമസിക്കുന്നതെന്ന് പറയേ. ഒരു കള്ളം പറഞ്ഞതാണ്. അത് കേൾക്കുന്നേരം അച്ഛനാണെങ്കിൽ പറയും എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞതാണ്, അതുകൊണ്ട് രണ്ടാളും ഒപ്പരം താമസിക്കണം തന്നെ തറപ്പിച്ചിട്ട് പറയുന്നുണ്ടാവും.
നടക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെ ചൊറേണ്ടിയിട്ട് അങ്കിള് വരുന്നുണ്ടോ ഇവർക്ക്. അങ്കിളിനാണെങ്കിൽ അതിലൊരു അവകാശം ഉണ്ടല്ലോ, കാരണം പൈസ കൊടുത്തതാണല്ലോ ഇവർക്ക്. അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇപ്പൊ കുഞ്ഞിന്റെ ഭാര്യയാണ്, അത് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഞാൻ എൻ്റർ ചെയ്ത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് തന്ന പൈസ ഞാൻ തിരിച്ചു തരാൻ പോകുന്നതാണ്. അത് മാത്രമല്ല നമ്മളെ ലൈഫിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടോ ഇവർക്ക്. നാവ് കുഴഞ്ഞു ഞാനെന്തോ കുടിച്ച പോലെ എനിക്ക് നാവ് കുഴയുന്നത്. കുന്നിന്റെ അടുത്തുനിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് വരുന്നതായിരിക്കും അടുത്തത് വന്നിട്ട് മുന്നിൽ ചാടുന്നുണ്ടാവുക. ആര്? നമ്മളെ ജിങ്കി തന്നെ. അവളാണെങ്കിൽ വന്നിട്ട് ഇവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക്. നമ്മളെ പെണ്ണും തിരിച്ചിട്ട് കിട്ടിയില്ല പോലെ മറുപടി പറയും. അവസാനം ആ ഒരു ജിങ്കിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നമ്മളെ പെണ്ണിനെ അടിക്കാൻ നോക്കുന്നതിനെ കുഞ്ഞാണെങ്കിൽ അവളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട് അവർക്ക്. ഇതേ ടൈം ഇതെല്ലാം കണ്ടിട്ട് മാമൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. മാമൻ ഒരു നാരദനാണ്. മാമനാണെങ്കിൽ ജിങ്കിനോട് പറയും നമ്മളെ കുഞ്ഞ് ഇപ്പം എങ്ങാണ്, നിനക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന്. ജിങ്കിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. രണ്ടും കൂടിയിട്ട് കാറിൽ പോകുന്ന ടൈം ചെക്കനാണെങ്കിൽ ഇവന്റെ കൂടെ വന്നിട്ട് നിൽക്കേണ്ട കാര്യം ഇവളോട് പറയുന്നുണ്ട് അവർക്ക്. അവക്കാണെങ്കിൽ ദേഷ്യം പിടിക്കും. അവളാണെങ്കിൽ പറയും എന്റെ കയ്യിൽ പൈസ ഇല്ലാന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ എന്റെ മാനം വിറ്റിട്ടൊന്നുമില്ല, ഞാൻ നിന്റെ കൂടെ ഒന്നും വരൂല എന്ന് പറഞ്ഞിട്ട് തർക്കിച്ചോട് നിൽക്കും. അവനാണെങ്കിൽ നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തർക്കിക്കേ. അങ്ങനെ രണ്ടും കൂടി തച്ച് മരിച്ചോട് നിൽക്കുന്നേരം അവളാണെങ്കിൽ പറയും ഇപ്പൊ നീ ഒരു കാർ ഇവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടുന്ന് ചാടും എന്ന് പറയും. അവനാണെങ്കിൽ പേടിച്ചിട്ട് കാർ നിർത്തി കൊടുക്കുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ സാധാരണ നടന്നിട്ട് പോകും. അവനാണെങ്കിൽ എടി കേരടി എന്ന് പറഞ്ഞിട്ട് കെഞ്ചുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും 10 സെക്കൻഡ് ഞാൻ നിനക്ക് സമയം തരാം, അതിനുള്ളിൽ നീ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുന്നുണ്ടാവും. അവനാണെങ്കിൽ ഒന്നും തിങ്കാക്കാണ്ട് അവിടുന്ന് കാർ എടുത്തിട്ട് പോകുന്നുണ്ടാവും. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൂരെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ടാവും. ആര്? ജിങ്കിക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. ഇത്ര നേരം അവർ തമ്മിൽ ഒരു റൊമാൻസ് ഉണ്ട് എന്നൊക്കെ ആയിരിക്കും ജിങ്കി വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്കും ഇവർ തമ്മിൽ മുട്ടൻ അടിയാന്നുള്ള കാര്യം. ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിച്ചിട്ട് അവളാണെങ്കിൽ ആരോ ഒരാളെ വിളിക്കുന്നുണ്ട് അവർക്ക്. എന്തൊരു ഹെൽപ്പിനായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ആരെയാ, എന്തിനാ, എന്നാ ഹെൽപ്പ് എന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാവും. ഇതേ ടൈം നമ്മളെ ഷെങ്ങ് കുട്ടാപ്പിയാണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ അവനാണെങ്കിൽ എവിടുന്ന് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടാവില്ല. പെട്ടെന്നായിരിക്കും നമ്മളെ ജിങ്കിന്റെ കൂടെ നമ്മളെ ചെക്കനില്ലേ അവനെടുത്തൊരു ഫോട്ടോ അവൻ കാണുന്നുണ്ടാവും. അതിൻ്റെ അടുക്ക് നമ്മളെ പെണ്ണുണ്ട് അവർക്ക്. ആ ഒരു ലൊക്കേഷൻ കാണുന്ന ടൈം ഇതിൻ്റെ അടുത്ത് എവിടെയോ ഉള്ളൊരു ലൊക്കേഷൻ ആയിരിക്കും. അവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും ഈ പ്രാവശ്യം അവളെ മിസ്സാക്കുകയില്ലേ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ടൈം ഇവന്റെ ബ്രദർ ആണെങ്കിൽ ഇവനിങ്ങനെ എപ്പം പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ ഒരു ബോഡി ഗാർഡിനെ അവിടെ വെച്ചിട്ടുണ്ട് അവർക്ക്. അയാളാണെങ്കിൽ നിനക്കിങ്ങനെ പുറത്ത് പോകാൻ പറ്റൂല, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാന്നുള്ളത് നിന്റെ ബ്രദർ നിന്നെ പുറത്ത് പറഞ്ഞേക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ദയവേറ്റ് അകത്ത് പോകുമെന്ന് പറയും. ഇവനാണെങ്കിൽ അടങ്ങി ഒതുങ്ങിച്ച് അകത്ത് പോകുന്നുണ്ട് അവർക്ക്. എന്നേരെ നമുക്ക് മനസ്സിലാകും എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. പെട്ടെന്നായിരിക്കും അകത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഈ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അകത്ത് പോകുന്ന ടൈം ഇതുപോലത്തെ ഒരു പട്ടിക്കുട്ടിനായിരിക്കും കാണുന്നുണ്ടാവും. ആ സംഭവം നമ്മളെ ഷെങ്ങ് വെച്ചൊരു ട്രാപ്പ് ആയിരിക്കും. അയാളാണെങ്കിൽ കെഞ്ചിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇങ്ങനെ അകത്തേക്ക് വാ, നിന്റെ ബ്രദറിനോട് എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല, പ്ലീസ് അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ ചെങ്ങാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ പെണ്ണിനെ കണ്ടെത്തണോ എന്നുള്ള ആ ഒരു മൈൻഡില്ല. ആ ഒരു മൈൻഡ് ആയതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ കുഞ്ഞാണെങ്കിൽ നമ്മളെ പെണ്ണ് 3 മിനിറ്റ് കൊണ്ട് വിളിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ഇവന്റെ കാല് പിടിച്ച് കരയുന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നതായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ട് ഒരു ബസ് സ്റ്റോപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അവിടത്തേക്ക് പെട്ടെന്ന് ഒരു ബൈക്ക് വരുന്നുണ്ടാവും. പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് അവളെ അപായപ്പെടുത്താൻ ആരെങ്കിലും വരുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, അവളെ അത്രമേൽ സ്നേഹിക്കുന്ന നമ്മളെ ഷെങ്ങായിരിക്കും. ഷെങ്ങാണെങ്കിൽ വന്നിട്ട് ഇവളിങ്ങനെ ഫ്ലേർട്ട് ചെയ്തോട് നിൽക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ ഇങ്ങനത്തെ ഒരാൾ സൈഡിൽ ഉണ്ട് എന്നുള്ള കാര്യം വരെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ അവനെ പുകഴ്ത്തിയിട്ടൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും. അവസാനമായിരിക്കും അവിടത്തേക്ക് ഒരു ബസ് വരുന്നുണ്ടാവുക. ഇവളാണെങ്കിൽ ബസ്സിൽ കയറാൻ നോക്കുന്നതിനെ പറയും നീ എന്നെ ഫോളോ ചെയ്ത് പോകരുത്, ഞാൻ പോകുന്നാന്ന് പറയും. അവനാണെങ്കിൽ പറയും ഇല്ല, നീ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, ഞാൻ നിന്നെ ഫോളോ ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ടാറ്റയെല്ലാം കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും. ഇത്ര സ്നേഹമുള്ള ഒരു ക്രഷ് അല്ല, ഇത്ര സ്നേഹമുള്ള ഒരു മനുഷ്യനെ നമുക്ക് വേറെ ഇടങ്ങളിൽ കാണാൻ പറ്റും. ഈ ടൈം ആയിരിക്കും അവിടുന്ന് ഒരു കോൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ട്. അപ്പൊ അതിലാണെങ്കിൽ ക്രേസി ഗൈ എന്ന് പറഞ്ഞിട്ടായിരിക്കും സേവ് ആക്കിയിട്ടുണ്ടാവും നമ്മളെ ക്യൂന്നിനെ. അവനായിരിക്കും വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഷെങ്ങാണെങ്കിൽ ഫോൺ എടുത്തവാട് ക്യൂന്നാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് എന്തെല്ലോ പറയുന്നുണ്ട് അവർക്ക്. നമ്മൾ ഷെങ്ങാണെങ്കിൽ നീ ധാരാളമെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ക്യൂന്നിനാണെങ്കിൽ ഷെങ്ങിന്റെ സൗണ്ട് മനസ്സിലാവും. അവനാണെങ്കിൽ നിങ്ങൾ എവിടെയുള്ളത്, നിങ്ങൾ രണ്ടാളും എന്നാ ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ
ആണെങ്കിൽ ബസ് സ്റ്റോപ്പ് മാത്രമേ പറയുന്നുണ്ടാവുള്ളേ. അതിനെയും കാട്ടി മുന്നേ നമ്മളെ ക്യൂനാണെങ്കിൽ കോളും കട്ടാക്കിയിട്ട് പോകുന്നുണ്ടാവും. മുന്നാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ അവിടത്തേക്ക് വരുന്നുണ്ട് അവർക്ക്. അവൻ വരുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ ഇതുപോലെ തുള്ളി കളിക്കുന്നതായിരിക്കെ അവനാണെങ്കിൽ നേരെ പുറത്തേക്ക് വന്നിട്ട് ആ ഒരു ഫോണിന് ചോദിക്കുന്നുണ്ട് അവർക്ക്. പക്ഷേ ഈ ഒരു ചെക്കനാണെങ്കിൽ കൊടുക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ പറയും എനിക്കറിയില്ലല്ലോ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് വന്നത് നീയാണെന്ന്, അതുകൊണ്ട് നീ ഒരിക്കൽ ഈ ഒരു ഫോണിലേക്ക് വിളിക്കുന്നെന്ന് പറയും. അവൻ വിളിക്കുന്ന ടൈം ക്രേസി ഗൈ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവളിങ്ങനെ സേവ് ആക്കിയത്. ആ ഒരു കാര്യം നമ്മളെ ചെക്കൻ കാണുക അവനും ദേഷ്യം പിടിക്കുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിച്ചിട്ട് ഈ ഒരു ഷെങ്ങിനോട് പറയും അവളെ പിന്നാലെ തന്നെയോ അവളെ അടുത്തേക്കോ നീ പോകാൻ നിൽക്കരുത് എന്ന് പറയും. ഷെങ്ങാണെങ്കിൽ പറയും ഞാൻ പോകൂ, എന്നും പോകൂ, കുറച്ച് മാത്രമല്ല കുറച്ചധികം ഞാൻ അവളെ അടുത്തേക്ക് പോകും, ഇനി ഞാൻ അവളെ പിന്നാലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ക്യുന്നിനെ പിന്നെയും ദേഷ്യം പിടിപ്പിക്കും. അവനാണെങ്കിൽ ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് പോകും. പിന്നെ വീട്ടിലെത്തി നമ്മളെ പെണ്ണും പിള്ളേരും ആണെങ്കിൽ ചെക്കനെ കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചിട്ട് നമ്മളെ ഷെന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതേ ടൈമായിരിക്കും അവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ഇവന്റെ കൂടെ പോകണമെന്ന് വിചാരിച്ചതായിരിക്കില്ല, പക്ഷേ അവളാണെങ്കിൽ അനങ്ങാണ്ട് പോകുന്നുണ്ടാവും. എന്നിട്ട് താഴെ പോയിട്ടാണെങ്കിൽ ചെടിക്ക് വെള്ളം കൊടുക്കുക. അവനാണെങ്കിൽ അവളോടാണെങ്കിൽ വാ നമുക്ക് ഒപ്പരം നിൽക്കാന്നൊന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവളാണെങ്കിൽ കേൾക്കുന്നേ ഉണ്ടാവില്ല. അന്നേരം അവനാണെങ്കിൽ പറയും എന്നാ പിന്നെ നിന്റെ ഫോൺ ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. പക്ഷേ കൊടുക്കാണ്ട് അവളെ മുഖം കാണിച്ചിട്ട് ആ ഒരു ലോക്ക് ഓപ്പൺ ആക്കുന്നുണ്ടാവും. എന്നിട്ട് അവന്റെ പേരാണെങ്കിൽ ഡിയർ എന്ന് പറഞ്ഞിട്ട് സേവ് ആക്കുന്നുണ്ടാവും. ഒരിക്കൽ അവക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ തട്ടിപ്പറിക്കണ്ടിട്ട് രണ്ടും കൂടിയിട്ട് അടിയാകുന്ന ടൈം രണ്ടാളും ഇതാ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇതുപോലെ നോക്കി ഉമ്മ കൊടുക്കാൻ പോകുന്നുണ്ടാവും. അവക്കും അതിൽ താല്പര്യം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ പറയും നിനക്ക് ഇത്രക്ക് ആഗ്രഹം എന്നോടുണ്ടെങ്കിൽ നമുക്ക് രണ്ടക്കും ഒപ്പരം ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കേ. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് പിന്നെയും ദേഷ്യം പിടിക്കും. ഒരു നിമിഷത്തിൽ എന്തോന്ന് പറ്റിപ്പോയതാ പാവല്ലേ. അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ചെടിക്ക് നടക്കുന്ന ആ ഒരു വെള്ളമില്ലേ ആ ഒരു വെള്ളത്തിനെ കൊണ്ട് അവനെയാണെങ്കിൽ ആട്ടി പുറത്താക്കുന്നുണ്ട്. ഒരിക്കൽ അവനാണെങ്കിൽ പറയും ഇന്നല്ലെങ്കിൽ ഒരു ദിവസം നീ എൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവളാണെങ്കിൽ മൂവി ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കും അവനുണ്ടാവുക. അവരാണെങ്കിൽ വന്നിട്ട് പിള്ളേരോട് പറയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, എത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും എന്ന് പറയും. ഞാനാണെങ്കിൽ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക്. അത് മാത്രമല്ല നമ്മളെ ചെക്കൻ്റെ മൈൻഡിലാണെങ്കിൽ എന്തെല്ലോ കുരുട്ട് ബുദ്ധികൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീന് കാണിച്ചിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അവൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായം എന്നാ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ.